السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار الذي أيقظ من خلقه من اصطفاه فزهدهم في هذه الدار وشغلهم بمراقبته وإدامة الأفكار وملازمة الاتعاظ والادكار ووفقهم للدؤوب والتأهب لدار القرار. أحمده أبلغ حمد وأزكاه وأشمله وأنماه وأشهد أن لا إله إلا الله البر الكريم الرؤوف الرحيم وأشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله الهادي إلى صراط مستقيم صلوات الله وسلامه عليه وعلى سائر النبيين وآل كل وسائر الصالحين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൻ്റെ പേരിലുള്ള ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അള്ളാഹുമായി ബന്ധം നന്നാക്കുവാനുമൊക്കെ അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ കാരണമാക്കുമാറാകട്ടെ. ഇതിനെ ഏറ്റവും ഖൈറായ രീതിയിൽ അവതരിപ്പിക്കുവാനും അതിൻ്റെ പൂർത്തീകരണം വരെ എത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പലതവണ പല സന്ദർഭങ്ങളിൽ പല മജ്ലിസുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു, ഹദീസുകൾ രണ്ട് വിധേനയാണ്, രണ്ട് വിഭാഗം ഹദീസുകളുണ്ട്. ഒന്ന് വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അഹ്കാമുമായി ബന്ധപ്പെട്ടത്. രണ്ട് വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട മവാഇലുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇതിൽ അഹ്കാമുമായി ബന്ധപ്പെട്ട ഹദീസ് നമ്മളെല്ലാവരും അതിൻ്റെ ചർച്ചയും പഠനവുമൊക്കെ നേർക്കുനേരെ നടത്തേണ്ടതില്ല, അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ സാധ്യവുമല്ല. എന്നാൽ മവാഇദുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമ്മുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹിക ജീവിതം, ഇതിലൊക്കെ നമ്മളെ സ്പർശിക്കുന്ന ഹദീസുകൾ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വെച്ച് ലോകത്ത് അറിയപ്പെട്ട വലിയ പ്രസിദ്ധി നേടിയ ഏകദേശം എല്ലാ അറബി കോളേജുകളിലും ദർസുകളിലുമൊക്കെ ഓതിക്കൊടുക്കുന്ന പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും ആ നാമം. ഈ ഗ്രന്ഥം അതിൻ്റെ രചയിതാവ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം നബവി ഇമാമിനെ കുറിച്ചൊന്ന് ആമുഖമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ ഏത് പുസ്തകം വായിക്കുമ്പോഴും ഗ്രന്ഥം വായിക്കുമ്പോഴും കിതാബ് വായിക്കുമ്പോഴും അതിനു മുമ്പ് അതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയുകയും ആ ഗ്രന്ഥത്തിൻ്റെ പിന്നിലുള്ള അധ്വാനത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ജനനം ഹിജ്റ 631 7-ാം നൂറ്റാണ്ടുകാരനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു സിറിയയിലെ നവാവി എന്ന് പറയുന്ന അല്ലെങ്കിൽ നവ എന്ന് പറയുന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നബവി എന്നല്ല, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം ഷെയ്ഖുൽ ഇസ്ലാം മുഹ്യിദ്ദീൻ അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. മുഹറം മാസത്തിലാണ് മഹാനവറുകൾ ജനിച്ചത്. അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്റ 676. അപ്പോൾ 45 വയസ്സേ അദ്ദേഹത്തിൻ്റെ ആയുസ് അല്ലാഹു നൽകിയിട്ടുള്ളൂ, വെറും 45 വയസ്സ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 45 വയസ്സ് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത, അദ്ദേഹം ചെയ്ത ഖിദ്മത്തും ഇൽമിനു വേണ്ടി അദ്ദേഹം നയിച്ച ത്യാഗങ്ങളെന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് പൂർത്തീകരിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കാത്ത അത്രയുണ്ട്. ഫിഖ്ഹിലും തഫ്സീറിലും ഉസൂലുകളിലുമൊക്കെ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിവാഹിതനായിരുന്നു. അഹദുൽ ഉലമാഇൽ റസാബ്, അവിവാഹിതനായ പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബിക്കി റഹിമഹുല്ല എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഏകദേശം ഹിജ്റ 500 ശേഷം ദാറുൽ ഹദീസ് എന്ന് പറയുന്ന പഠനം വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളെന്ന് സ്ഥാപിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് സുബിക്കി റഹിമഹുല്ല
ഇമാം നബി റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വരികയാണ്. പക്ഷെ കാണാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ എന്തോ കാരണത്താൽ രോഗബാധിതനായതിൻ്റെ പേരിലോ മറ്റോ നബി ഇമാമിനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല, ഈ സുബുഖി ഇമാമിന് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ സങ്കടത്തിലായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇമാം നബി റളിയല്ലാഹു തആല അൻഹു എവിടെയാണ് ദർസ് എടുക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചു. പണ്ടുകാലത്ത് പള്ളികളിലാണല്ലോ ദർസ് ഉണ്ടാകുക. അപ്പോൾ എവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം ഈ ഹദീസിൻ്റെ പഠനങ്ങളും ക്ലാസ്സുകളൊക്കെ നടത്താറുള്ളത്? അപ്പോൾ ആളുകൾ ഇന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. സുബുഖി ഇമാം അവിടെ ചെന്നിട്ട് അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ് ചെയ്തത്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പോയിട്ട് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം, നബി ഇമാം ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് അവിടെ മുഖവും താടിയും വെച്ചിങ്ങനെ വരക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ മണ്ണിലിങ്ങനെ തലയിട്ട് വരക്കൂലേ, ഇതുപോലെ ഇമാം സുബുഖി റളിയല്ലാഹു അൻഹു ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പാടി വഫീ ദാരിൽ ഹദീസി ലത്തീഫു മഅനൻ എന്ന് തുടങ്ങുന്ന കവിതാ ശകലം പാടി. എന്നിട്ട് എന്താ പറയുന്നത്? എനിക്ക് ഇമാം നബവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള അനുഗ്രഹം നേടാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഇമാം നബവിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്ഥലത്ത് എൻ്റെ മുഖം സ്പർശിക്കട്ടെ. ഇത്രത്തോളം സുബുഖി ഇമാം എന്ന് പറയുന്നത് വലിയ പണ്ഡിതനാണ്. ഷാഫി മദ്ഹബിലെ വലിയ അധികായനാണ് സുബുഖി ഇമാം. ആ സുബുഖി ഇമാം റളിയല്ലാഹു തആല അൻഹു പോലും ഇമാം നബവിയുടെ വിഷയത്തിൽ ഇത്രമാത്രം ബറക്കത്ത് നേടുകയും അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അത്ര സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ അഷൈഖ് യാസീൻ ഇബ്നു യൂസുഫ് സർക്കശി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നുണ്ട്. അദ്ദേഹം നബവി ഇമാമിൻ്റെ കുട്ടിക്കാലൊക്കെ കണ്ട മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, വഹുവ ഇബ്നു അശ്രി സിനീൻ, ഞാൻ നോക്കുമ്പോൾ 10 വയസ്സാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്. കുട്ടികളൊക്കെ യുക്രിഹൂനഹു അലൽ ലഅബി മാഹും, എല്ലാവരും ഇങ്ങനെ കളിക്കാൻ വേണ്ടി വിളിക്കല്ലോ, വാ നമുക്ക് കളിക്കാം, എന്തെങ്കിലുമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാണ്. പക്ഷേ നബി ഇമാമാണെങ്കിൽ ആ ചെറിയ പ്രായത്തിൽ പോലും ഇവരെ കൂട്ടത്തിൽ കളിക്കാൻ പോകുന്നില്ല. കളിക്കാൻ പോകാതെ ഇവരിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അദ്ദേഹം വയഖറഉൽ ഖുർആന ഫീ തിൽക്കൽ ഹാല, അതേ അവസ്ഥയിൽ അദ്ദേഹം ഖുർആൻ ഷരീഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഷരീഫിൻ്റെ ശകലങ്ങളൊക്കെ അദ്ദേഹം മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇദ്ദേഹം പറയാണ്, ഈ യൂസുഫ് സർക്കശി, യാസീൻ ഇബ്നു യൂസുഫ് സർക്കശി എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നബി ഇമാമിനോട് മനസ്സിൽ വലിയ മതിപ്പ് തോന്നി. അങ്ങനെ ചില കുട്ടികളോട് നമുക്ക് അങ്ങനെ തോന്നും. നമ്മൾ ഉദാഹരണം പറഞ്ഞു, പ്രായത്തിൽ കവിഞ്ഞ പക്വത എന്നൊക്കെ നമ്മൾ പറയും. ഒരു 10 വയസ്സുകാരനെന്നും പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും നമ്മൾ. പക്ഷെ അതൊന്നും ഇല്ലാതെ പക്വമായി പെരുമാറുന്ന കാണുമ്പോൾ മുതിർന്ന ആളുകളുടെ മനസ്സിൽ ഒരു മതിപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഇദ്ദേഹം പറയാണ്, ഫവഖഅ ഫീ ഖൽബി ഹുബ്ബുഹു, എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനോട് വലിയ സ്നേഹമുണ്ടായി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാപ്പ, നബി ഇമാമിൻ്റെ വാപ്പ, ഇദ്ദേഹത്തിനെ കടയിൽ ഖിദ്മത്തിന് വേണ്ടി നിർത്തി. അപ്പോൾ സാധനങ്ങൾ എടുത്തുകൊടുക്കാനും കച്ചവടത്തിന് സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നിർത്തുകയുണ്ടായി. പക്ഷേ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് എന്താ കാര്യം? മൂപ്പർ ഉപ്പാനെ സഹായിക്കുമെന്നല്ല ചെയ്യുന്നത്, മൂപ്പർ ആടെ ചെയ്തിട്ട് ഇങ്ങനെ ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകൾ ഓതുന്നു. ഇത് ഇദ്ദേഹം ശ്രദ്ധിച്ചു. ഉസ്താദ് ഇദ്ദേഹം പറയാണ്, യൂസുഫ് സർക്കശി, ഇബ്നു യൂസുഫ് സർക്കശി റഹിമഹുല്ല പറയാണ്, ഞാൻ നബി ഇമാമിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോയി. പാപ്പാൻ്റെ അടുത്തല്ല പോയത്, ഇദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഫവസ്സൈതുഹു ബിഹി, ഞാൻ അദ്ദേഹത്തിന് വസിയത്ത് ചെയ്തു, നിങ്ങളുടെ ഈ ശിഷ്യനുണ്ടല്ലോ നബി എന്ന് പറയുന്ന ഈ വ്യക്തി, യഹ്യ എന്ന് പറയുന്ന ഈ വ്യക്തി, നിങ്ങൾ വളരെയേറെ ആ കുട്ടിയുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. എന്നിട്ട് പറഞ്ഞു, ഹാദ സബിയു യുർജ അൻ യകൂന അഅമല അഹ്ലി സമാനിഹി വഅസ്ഹദുഹും, ഈ കുട്ടി ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അറിവും കഴിവുമൊക്കെയുള്ള പണ്ഡിതനായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നു. വയന്തഫിഉന്നാസു ബിഹി, ഈ മനുഷ്യനെ കൊണ്ട്, ഈ കുട്ടിയെ കൊണ്ട് ലോകത്തിലെ വലിയ സംഘം ആളുകൾക്ക് ഉപകാരം ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചു, മുനജ്ജിമിനെന്താ, നിങ്ങളെന്താ ജ്യോത്സ്യനാണോ പ്രവചനം നടത്താൻ? 10 വയസ്സുള്ളൊരു കുട്ടിയെ പറ്റിയിട്ട് ഭാവിയിൽ ഒരു സ്ഥാപനമാകുമ്പോൾ മദ്രസയാകുമ്പോൾ കുറേ കുട്ടികളുണ്ടാവുമല്ലോ, അതിലൊരു കുട്ടിയെ പറ്റി മാത്രം വന്നിട്ട് നിങ്ങൾ ഈ കുട്ടിയെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഉസ്താദ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, നിങ്ങളെന്താ പ്രവചിക്കുകയാണോ ഇദ്ദേഹം വലിയ ആളാകുമെന്നും വലിയ പണ്ഡിതനാകുമെന്നൊക്കെ? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഫഖുൽതുല, ഞാൻ ജ്യോത്സ്യനോ പ്രവചിക്കുന്ന ആളൊന്നുമല്ല, വ ഇന്നമ അൻതഖനി അല്ലാഹു ബിദാലിക്, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത അള്ളാഹു ഇട്ടു വന്നു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് വാപ്പ ദക്കറലി വാലിദിഹി, ഈ ഉസ്താദ് വാപ്പാനോട് വിഷയം പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മകൻ ഇനി കച്ചവടത്തിന് ഇതിനൊന്നും വിടാൻ വേണ്ടി പാടില്ല, അതുകൊണ്ട് ഇനി ഖുർആനിൻ്റെയും ഇൽമിൻ്റെയും മാർഗത്തിൽ മകനെ വിടണം. അങ്ങനെ പ്രായപൂർത്തിയാകുന്നതിനോടടുത്ത സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനെ ഹിഫ്ള് ചെയ്തു എന്ന് നമുക്ക് താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും.
ഇബ്നു അത്താർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സമയം ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ നബി ഇമാം ഭയങ്കര ജാഗ്രതയായിരുന്നു. ഒരു സമയം അദ്ദേഹം പഴാക്കുമായിരുന്നില്ല. ലാഫി ലൈലിൻ വലാഫി നഹാരിൻ, ഇത്രത്തോളം പറയുന്നുണ്ട്. 2 വർഷത്തോളം അല്ലെങ്കിൽ 3 വർഷത്തോളം നബി ഇമാമിനെ പറയാണ്, പഠനത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ വിശ്രമിച്ച് വിസ്തരിച്ച് കിടക്കുന്നത് മലർന്ന് കിടന്ന് റാഹത്തിൽ ഉറങ്ങുമ്പോഴാണല്ലോ. അങ്ങനെ ഞാൻ 2 വർഷത്തോളം കിടന്നുറങ്ങിയിട്ടില്ല. അത്രമാത്രം ഞാൻ ഇൽമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയണം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സമകാലികരും മറ്റുമൊക്കെ പറയുന്നുണ്ട്. നവവി ഇമാമിനെ സ്പർശിക്കാതെ ഷാഫി ഫിഖ്ഹിന് നിലനിൽപ്പില്ല. ഷാഫി മദ്ഹബിൻ്റെ നമ്മളിങ്ങനെ സരണി ഇങ്ങനെ പരിശോധിച്ച് നോക്കി വന്നാൽ മുഹറർ എന്ന് പറയുന്ന ഗ്രന്ഥമെത്തും ഇമാം റാഫിഅ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ. ആ മുഹററിനെ എഡിറ്റ് ചെയ്ത് നല്ല രൂപത്തിലാക്കി മാറ്റിയത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ്. അതാണ് മിൻഹാജു ത്വാലിബീൻ ഉംദത്തുൽ മുഫ്തീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെ ഇൽമിൻ്റെ വന്ന വഴിയുണ്ടല്ലോ. ഇന്ന് നമ്മൾ മദ്ഹബ് എന്നും ഇൽമു എന്നും ഫിഖ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഒരു നിസ്സാരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മിൻഹാജു ത്വാലിബീന് ഡസൻ കണക്കിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ പള്ളി ദർസുകളിലും അറബി കോളേജുകളിലുമൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. ഈ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഷാഫി മദ്ഹബിലെ ഫത്വകൾ പോലും കൊടുക്കുന്നത്. ഇത് കേരളത്തിലൊക്കെ ഫത്വ കൊടുക്കുന്നത് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹിന്റെ. അതുപോലെ നിഹായത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന റംലി ഇമാമിൻ്റെ ഗ്രന്ഥത്തിനും അവലംബിച്ചുകൊണ്ടാണ്. ഈ തുഹ്ഫയും ഈ നിഹായയും, ഈ 2 ഗ്രന്ഥങ്ങളും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണെന്ന് പറയുമ്പം തന്നെ നമുക്ക് നവവി ഇമാമിൻ്റെ സ്ഥാനവും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 6 വർഷം ഹദീസിൻ്റെ പഠനത്തിൽ, ഉസൂലുകളുടെ പഠനത്തിൽ വ്യാപൃതനായതിനു ശേഷം ഏകദേശം 34-ാമത്തെ വയസ്സിലാണ് ദാറുൽ ഹദീസിൽ അഷ്റഫിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഉസ്താദായി ജോലി അല്ലെങ്കിൽ അവിടെ ഖിദ്മത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്, വലം യതനാവൽ ഫൽസൻ വാഹിദ. ആ ഉസ്താദായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഉറുപ്പ്യ പോലും അദ്ദേഹം ശമ്പളമായി വാങ്ങിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. ജീവിതവും അത്രയും സുഹൃദ് നിറഞ്ഞ, അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിൻ്റെത്. അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്, ആ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകൾ അദ്ദേഹം കഴിക്കുമായിരുന്നില്ല. ഫ്രൂട്ട്സ് കഴിക്കൂല. കാരണം ഈ മദ്രസയിലേക്ക് വരുന്ന ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നാട്ടിൽ വഖഫ് ചെയ്യപ്പെട്ട മുതൽ, അതുപോലെ വീണ് കിട്ടിയ മുതൽ, ഇതെല്ലാം ക്രോഡീകരിച്ച് അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ചാണ് ഇദ്ദേഹത്തിലേക്ക് വരിക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വരിക. പക്ഷെ അദ്ദേഹത്തിന് ആ വസ്തുക്കളൊന്നും കഴിക്കുമായിരുന്നില്ല. റൊട്ടിയും അതുപോലെ ഹലാലാണെന്ന് ഉറപ്പുള്ള വസ്തുക്കൾ മാത്രമേ അദ്ദേഹം കഴിക്കുമായിരുന്നു. കാരണം ശുബ്ഹത്ത് അല്ലെ, ഹറാമാണെന്ന് ഭയപ്പെട്ടിട്ട് ഹലാലിനെ ഉപേക്ഷിക്കലാണല്ലോ വറ എന്ന് പറയുന്നത്. അപ്പോൾ ശുബ്ഹത്തിൻ്റെ ഒരു അണുപോലും തൻ്റെ വയറ്റിലേക്ക് എത്തരുത് എന്ന ഉത്തമ ബോധ്യം ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്നു. ആ നിലക്ക് തന്നെ അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം, താരീഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ ഇൽമുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥങ്ങളിൽ ജോലിയായി എഴുത്തുകുത്തുകളായിട്ടൊക്കെ ഞാൻ സമയം ചെലവഴിക്കുമായിരുന്നു. ഒരിക്കൽ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായി, വഖതറലി അൻ അഷ്തഗില ഫി തിബ്ബി. കുറേ കാലം ഇങ്ങനെ ഹദീസിലും ഫിഖ്ഹിലും ഉലൂമു ശർഈലും മാത്രമാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹു ജോലിയാകുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ചിന്ത, അന്ന് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അറബീകരിച്ച് ആ കിതാബുകളൊക്കെ ലഭ്യമാണ്. അപ്പോൾ അൽ ഖാനൂൻ എന്ന് പറയുന്ന ഒരു മെഡിക്കലിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട. അത് ഒന്ന് പഠിക്കണം, അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ഗവേഷണം ചെയ്യണം എന്നൊക്കെ ചിന്തയുണ്ടായിട്ട് നവവി ഇമാം അതിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പറയാണ്, അള്ലമ ഖൽബി. അതിലേക്ക് അങ്ങ് തിരിഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ ഇടുങ്ങി, എൻ്റെ മനസ്സിൽ ഇരുളടഞ്ഞതായി. അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. എന്താ സംഭവിച്ചത്? പണ്ട് ഹദീസിലും ഫിഖ്ഹിലും ഒക്കെ ജോലിയാകുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആത്മീയമായ അനുഭൂതിയും വെളിച്ചവും ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഈ തിരിച്ചൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറയാണ്, ഫഷ്ഫഖ്തു അലാ നഫ്സി വബിഅത്തുൽ ഖാനൂന. ഞാൻ ആ ഗ്രന്ഥം അങ്ങ് വിറ്റു, അത് വേണ്ട, പഠിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഫനവ്വറ ഖൽബി, എൻ്റെ ഹൃദയം തെളിഞ്ഞു. അപ്പോൾ എന്താ, വൈദ്യം പഠിക്കൽ മോശമായതുകൊണ്ടല്ല, അള്ളാഹു ചില ആളുകളെ ചില പണിക്ക് അള്ളാഹു ഭൂമിയിൽ തിരഞ്ഞെടുക്കും. ആ ആളുകൾ അതല്ലാത്തതിലേക്ക് തിരിയുന്നു എന്നൊരു സീനിൽ വരുമ്പോൾ അള്ളാഹു തആല ഉടനെ അവർക്ക് ചില അടയാളങ്ങൾ കൊടുക്കും. നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു അന്ന് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ ഇൽമിന് വേണ്ടി കൊടുത്തുകൊണ്ട്
നമുക്കിന്നും ആധികാരികമായ ഹദീസുകൾ പഠിക്കാനും ഫിഖ് നോക്കാനുമൊക്കെ നമുക്ക് സൗകര്യപ്രദമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരണത്തിൽ അദ്ദേഹം സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, അവാമുന്നാസിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ച ഈ മഹത്തായ ഗ്രന്ഥമാണ് റിയാദുസ് സാലിഹീൻ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഗ്രന്ഥം. ഏകദേശം 2000-ഓളം ഹദീസുകൾ നമുക്ക് ഈ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ആദ്യം ഒരു ഹെഡിങ് ഉണ്ടാകും, ഇന്നതിനെ പറ്റി പറയുന്ന ചാപ്റ്റർ, തഖ്വയെ പറ്റി പറയുന്ന ചാപ്റ്റർ, സബറിനെ പറ്റി പറയുന്ന ചാപ്റ്റർ, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയും, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉദ്ധരിക്കും. ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം ഇത് ഏത് സോഴ്സ് ഗ്രന്ഥത്തിൽ നിന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയും. ഇപ്പം ബുഖാരി മുസ്ലിമിൽ നിന്നാണെങ്കിൽ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്താണെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. അതിനല്ലാത്തതാണെങ്കിൽ ഇപ്പം ഇമാം അഹമ്മദിൻ്റെതാണെങ്കിൽ മുസ്നദ് അഹമ്മദ് എന്നും അബൂദാവൂദ് എന്നും തിർമിദി എന്നും ഒക്കെ പറയും. ഹദീസിൻ്റെ പദങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അതിനെ വിശദീകരിക്കുകയും ചെയ്യും. ഇതാണ് ഇമാം നബി റളിയല്ലാഹുവിൻ്റെ റിയാദുസ് സാലിഹിൻ്റെ പൊതുവായൊരു ശൈലി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹാനവരുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് മസ്കൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അദ്ദേഹം ആമുഖം പറയുന്നുണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു തന്നെ ആ കിതാബിൻ്റെ ആമുഖം പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ചിട്ട് നമുക്ക് ഹദീസിലേക്ക് കടക്കാം. അമ്മാ ബഅദ്, ബിസ്മി, ഹംദ്, സലാത്ത്, സലാം എന്നിവയ്ക്ക് ശേഷം ഫഖദ് ഖാല അല്ലാഹു തആല, ഇമാം നബി എഴുതിയ ഭാഗമാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഞാൻ ജിന്ന് വർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും സൃഷ്ടിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ, അവരോടൊന്ന് ഞാൻ എന്നെ പോറ്റാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എന്നെയോ മറ്റു ജീവികളെ പോറ്റാൻ അള്ളാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, എനിക്ക് ഭക്ഷണം നൽകാനും അള്ളാഹു നമ്മളാരെയും ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ നിയോഗിച്ചയച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്, പേർപ്പസ് ഓഫ് ലൈഫ് എന്താണ്? വലിയ ചർച്ചയാണ്, ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്തിനാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നതാണോ നമ്മൾ സ്വയേഷ്ടപ്രകാരം വന്നതാണോ? ആണോ നമ്മൾ സ്വയേഷ്ടപ്രകാരം വന്നതാണോ? സ്വയേഷ്ടപ്രകാരമാണ് നമ്മൾ വരുന്നതെങ്കിൽ, നമ്മളൊരു ആപ്ലിക്കേഷനെല്ലാം കൊടുത്തിട്ടാണ് പഠിച്ചവൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തലശ്ശേരിയും കേരളമൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കോ? ഏത് രാജ്യമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക? ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടാവും. ഏത് ഭാഷ, എന്ത് നിറം, എങ്ങനത്തെ മാതാപിതാക്കൾ, സാമ്പത്തിക ശേഷി, ബുദ്ധിശക്തി, ഇതൊന്നും നമ്മളെ ചോയ്സിൽപ്പെട്ടായിരുന്നില്ല, നമ്മൾ അയക്കപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് പേർപ്പസ്? ഒരു വിഭാഗം ആളുകൾ പറയുന്നു അങ്ങനെ ജീവിതത്തിന് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. നിഹിലിസം എന്നാണ് അതിന് ഫിലോസഫിയിൽ പറയുക. ജീവിതത്തിന് അങ്ങനെ പ്രത്യേക മീനിങ് ഒന്നുമില്ല, നമ്മളിങ്ങനെ ഈ ഒഴുക്കിൽ നമ്മളങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. പ്രഭാതമാകുമ്പോൾ സൂര്യൻ്റെ ചൂട് നമ്മൾ അനുഭവിക്കുക, സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ തണുപ്പ് നമ്മൾ അനുഭവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ആസ്വദിക്കുക. ഇതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിനൊരു പ്രത്യേകം അർത്ഥമില്ല എന്ന് പറയുന്നു. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ തിരിച്ചറിയണം. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിവ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രകടമാക്കണം. അതാണല്ലോ ഇബാദത്ത് എന്ന് പറയുന്നത്. അതാണ് ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നബി ഇമാം പറയാണ്, വഹാദാ തസ്രീഹും ബിഅന്നഹും ഖുലിഖൂ ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടിയാണ് നമ്മളെ പടക്കപ്പെട്ടത് എന്ന് ഇതിൽ കൂടി വ്യക്തമാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫഹഖ അലൈഹിമുൽ ഇഅ്തിനാ ബിമാ ഖുലിഖൂ ലഹു, നമ്മളെ പടക്കപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വലിയ അറാദു അൻ ഹുലൂലി ദുനിയ ബിസഹാദ, ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്നും നമ്മൾ വിമുഖത കാണിക്കണം. ഫഇന്നഹാ ദാറുൻ നഫാദിൻ, ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള കടന്നു പോകാനുള്ള ഒരു സ്ഥലമാണ്. ലാ മഹല്ലു ഇഖ്ലാദിൻ, കാലാകാലം നമ്മളിവിടെ ആരും താമസിക്കുന്ന പ്രശ്നമില്ല. ഒരു 100 വർഷം മുമ്പുള്ള നമ്മളെ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പ എല്ലാം ഇന്ന് ഖബറുകളിലാണ്. ഒരു 100 വർഷം കഴിയുമ്പോൾ ഇരിക്കുന്ന നമ്മളുമൊക്കെ ഖബറിലായിരിക്കും. അതാണ് ലാ മഹല്ലു ഇഖ്ലാദിൻ വമർക്കബു ഉബൂരിൻ, കടന്നു പോകാനുള്ള ഒരു വാഹനമാണ് ദുനിയാവ്. എന്ത് നല്ല ഉപമയാണ് ഇമാം നബി പറയുന്നത്. നമ്മൾ ബസ്സിൽ കയറാറുണ്ട്, ട്രെയിനിൽ കയറാറുണ്ട്, ഫ്ലൈറ്റിൽ കയറാറുണ്ട്. നമ്മൾ ഈ വാഹനത്തിലൊക്കെ കയറുമ്പോൾ നമ്മൾ എന്തെടുത്തിട്ടാണ് കയറാറുള്ളത്? അടുത്ത സ്റ്റോപ്പ് വരെ എത്താൻ എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യമുണ്ടോ ഇത് മാത്രമേ ഉണ്ടോ?
നമ്മൾ ട്രെയിനിലേക്ക് കയറുമ്പോൾ നമ്മുടെ വീട്ടിൽ അലമാരയും ഫ്രിഡ്ജും AC-യും റെഫ്രിജറേറ്ററും മൊത്തം പുസ്തകങ്ങളും ബാഗും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോവുക. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ എല്ലാ ആളുകളും പറയുന്നൊരു സിമ്പിൾ ലോജിക്ക് ഉണ്ട്. എന്താ? വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് മാക്സിമം ലഗേജ് കുറക്കുക എന്ന് പറയും. ആണല്ലേ? നമ്മൾ യാത്രക്കിടയിൽ നമ്മൾ ലഗേജിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ചിട്ട് യാത്ര എന്താവും? പ്രയാസകരമാകും. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇറക്കണം, ഇതും പിടിച്ചിട്ട് കയറണം, വലിയ പ്രയാസത്തിലാകും. നബിയും പറയുന്നത് മർക്കബ് ഉബൂരിൻ, ഇത് യാത്ര ചെയ്ത് പോകാൻ. ഇപ്പം ട്രെയിൻ പോലെയാണ് ദുനിയാവ്. അപ്പോൾ ട്രെയിൻ നമ്മുടെ അസൽ ലക്ഷ്യമല്ല, ട്രെയിനിൽ കൂടി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട് എന്നതുപോലെ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര മൃഗമാണ്, മർക്കബാണ്, വാഹനമാണ്, വെഹിക്കിളാണ്. ഇതിൽ കൂടി സഞ്ചരിച്ചിട്ട് നമുക്ക് എത്തിച്ചേരേണ്ടത് ആഖിറത്തിലാണ്. ലാ മൻസിലു ഹബൂരിൻ, ഇത് കിടന്നുറങ്ങി താമസിക്കാനുള്ള വീടല്ല. വമശ്റഉ ഇൻഫിസാമിൻ ലാ മൗതിലു ദവാമിൻ ഫലിഹാദാ കാനൽ ഐഖാദു മിൻ അഹ്ലിഹാ ഹുമുൽ ഉബ്ബാദ്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ഏറ്റവും ബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നബി പറയുന്നു ഹുമുൽ ഉബ്ബാദ്, അത് അള്ളാഹുവിനെ ശരിയായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ്? ഓരിക്കാ തിരിച്ചറിവും ബോധവും വന്നത് കൊണ്ടാണ്. എന്ത് ബോധം വന്നു? ഇവിടെ എന്തല്ല, കാലാകാലല്ല, നമുക്ക് മാക്സിമം സ്വരൂപിക്കേണ്ടത് ആഖിറത്തിലേക്കാണ്. അതുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യണം. അവരാണ് ഏറ്റവും ബോധമുള്ള ആളുകൾ. വഅഖലുന്നാസ് ഫീഹാ, ജനങ്ങളിൽ ഏറ്റവും ഇൻ്റലിജൻ്റായ ആളുകൾ ആരാണ്? ഹുമുസ്സുഹാദ്, യാത്രയിൽ ഏറ്റവും ഇൻ്റലിജൻ്റായ ആളാരാ? ഇന്ന് നമ്മൾ നോക്കൂ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ ID കാർഡ്, പാസ്പോർട്ട്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഹാർഡ് കോപ്പിയാണ് നമ്മളെ കയ്യിൽ വെക്കുക. ക്യാഷ് മുഴുവൻ നമ്മളത് പൈസയായിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് നമ്മളെല്ലാം എന്താക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു? ഡിജിറ്റലൈസ് ചെയ്തു. എന്തിന്? ഇതൊന്നും നമുക്ക് എന്താകാൻ പാടില്ല, ഭാരമാകാൻ പാടില്ല. ആധാറിൻ്റെ ID ചോദിച്ചു കഴിഞ്ഞാൽ, ആധാറാകുന്ന ID ചോദിച്ചാൽ നമ്മൾ ഉടനെ ഡിജി ലോക്കർ തുറന്നിട്ട് ആധാറിൻ്റെ ID കാണിച്ചു കൊടുക്കും. ക്യാഷ് ട്രാൻസാക്ട് ചെയ്യേണ്ട സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾ UPI ആപ്സ് നമ്മൾ ഏതെങ്കിലും ഓപ്പൺ ചെയ്യും. ഈ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാവരും യാത്രയിലെ ഭാരം കുറച്ചു. അങ്ങനെ യാത്രയിലെ ഭാരം കുറക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. നബി ഇമാം പറയുന്നു, ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുന്നത് ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ ഇങ്ങനെ പേറി പോകുമ്പോൾ ടെൻഷനും ബാധ്യതയും ഉറക്കില്ലായ്മയും അസ്വസ്ഥതയും കൂടി വരും. അതെല്ലാം ഒഴിവാക്കി സുഹൂദ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. വസ്ഹദ് വദാ ഫഖദുൻ അലാഖത ഖൽബിക ബിൽമാലിലാ ഫഖദുല്ലഹു തഖു അഖല. അങ്ങനെ ഭാരം കുറച്ച ആളുകളാണ് സുഹാദുകൾ. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ എന്ന് ബഹുമാനപ്പെട്ടവർ നബി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതിനുശേഷം അതിന് തെളിവായി ഒരു ആയത്തും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു കവിതാശകലം ഇങ്ങനെ പാടുന്നു: ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫീതന നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതന ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ സാലിഹൽ അഅമാലി ഫീഹാ സുഫുന. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന, തീർച്ചയായും അള്ളാഹുവിന് ഭൂമിയിൽ ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. ബുദ്ധിമാന്മാരായ അടിമകളാരാണ്? തൊല്ലഖുദ്ദുന്യ, അവർ ദുനിയാവിന് എന്ത് ചെയ്തു? തൊലാഖ് ചെയ്തു. തൊലാഖ് ചെല്ലിയ സ്ത്രീയോട് തൊലാഖ് ചെല്ലുന്നത് ആരെയായിരിക്കും? ആരെ തൊലാഖില്ലേ? ഭാര്യ എല്ലാത്തിനുള്ള തലാഖല്ല. എവിടെയോ ഉള്ള ആയിഷയെ ഞാൻ തലാഖിലിരിക്കുന്നു, അത് തലാഖ് തന്നെ ആവൂല. കാരണം തലാഖ് നടക്കണമെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? ആ സ്ത്രീ തൻ്റെ ഭാര്യ ആയിരിക്കണം, അല്ലാതെ തലാഖ് ശരിയാവില്ലല്ലോ. അപ്പം നബിമാൻ പറഞ്ഞു നോക്കിയാട്ടെ, ആ മെറ്റഫർ നിങ്ങൾ നോക്കൂ. ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. അപ്പോൾ ഭാര്യ തൻ്റെ അധീനതയിലുണ്ടായിരുന്നു. ആ ഭാര്യയിൽ കൂടി അള്ളാഹു അനുവദിച്ച എല്ലാ കാര്യങ്ങളും ലഭ്യമായിരുന്നു. അവിടെ വെച്ച് എന്തോ ചില കാര്യങ്ങളുടെ പേരിൽ തലാഖ് ചെയ്യുന്നു. ഇതുപോലെ ദുനിയാവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ സാധന സാമഗ്രികളും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? തലാഖ്. തലാഖ് ചൊല്ലിയാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? കാണാൻ പാടില്ല, പിന്നെ സംസാരിക്കാൻ പാടില്ല, പിന്നെ മുമ്പ് ഹലാലായ കാര്യങ്ങളൊക്കെ ഹറാമാവുകയും ചെയ്യും. തൊല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിതന, എത്തരത്തിൽ അവർ കുഴപ്പത്തിലകപ്പെടുന്നതിനെ ഭയപ്പെട്ടു. നദറു ഫീഹ, അവർ ദുനിയാവിൻ്റെ വിഷയത്തിൽ ആലോചിച്ചു, എന്താണ് ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം? ഇങ്ങനെ രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു. 100 വർഷം മുമ്പുള്ള മനുഷ്യന്മാർ നമ്മൾ ശരിക്കും, നമ്മുടെ ചിന്തയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും.
സത്യം പറഞ്ഞാൽ 100 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ എന്താണോ ചിന്തിച്ചത് അത് തന്നെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ്റെ ചിന്ത എന്തായിരുന്നു? വിശപ്പ് എങ്ങനെ മാറ്റണം, വിശപ്പ് എങ്ങനെ മാറ്റണം, എങ്ങനെ നഗ്നത വെളിവാകാതെ വസ്ത്രം ധരിക്കണം, ആരോഗ്യകരമായ വസ്ത്രം ധരിക്കണം, എങ്ങനെ പ്രയാസമില്ലാതെ ജീവിക്കണം, എങ്ങനെ നല്ലൊരു വീടുണ്ടാകണം, എങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസത്തിനും മറ്റൊക്കെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാക്കണം. അല്ലേ? ഇതന്നെയല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? എങ്ങനെ ഗ്യാസ് കിട്ടും? കാരണം ഗ്യാസ് മുടങ്ങിയാൽ വയറ്റിൽ ഗ്യാസ് വരും, ഭക്ഷണം എന്തായി? ഇതന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കര എവല്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കരമായ അവസ്ഥയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അന്നവർ ചിന്തിച്ചതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ മാത്രമേ ഉള്ളൂ. അന്നവർ ഇരുചക്ര വാഹനമാണ് ആലോചിച്ചതെങ്കിൽ നമ്മളിന്ന് 4 ചക്ര വാഹനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് മാത്രം. എന്നാൽ നബി ഇമാം പറയാണ്, ഈ ശരിയായ ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ നളറു ഫീഹ, ദുനിയാവിൻ്റെ വിഷയത്തിൽ ശരിയായ ഒരു ആലോചന നടത്തി. ഫലമ്മ അലിമു, അവർ മനസ്സിലാക്കിയപ്പോൾ, അന്നഹ ലൈസത് ലിഹയ്യിൻ വതന, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ സ്ഥിരവാസ കേന്ദ്രമായി ഈ ദുനിയാവ് ലഭിക്കൂല എന്ന് മനസ്സിലായപ്പോൾ, അത് കുഴപ്പമില്ല, അത് ആയിക്കോളും, കട്ടാവൂല, കട്ടാവൂല. അങ്ങനെ ഒരാൾക്ക് സ്ഥിരതാമസത്തിന് പറ്റിയതല്ല ഈ ദുനിയാവ് എന്ന് ബുദ്ധിമാന്മാർ മനസ്സിലാക്കിയപ്പോൾ, ജഅലൂഹാ ലുജ്ജതൻ, അവർ ദുനിയാവിനെ ഒരു സമുദ്രത്തിനെ പോലെ കണ്ടു. സമുദ്രത്തിനെ പോലെ കണ്ടു എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്യാൻ എന്താ ചെയ്യുക? ദുനിയാവ് എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെയാണ്. ഈ സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്തിട്ട് വേണം അപ്പുറത്തെ കരയിലേക്ക് എത്താൻ. ഈ ദുനിയാവിൽ കൂടി സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് എവിടെ എത്താൻ വേണ്ടിയിട്ട്? എവിടെ എത്താൻ? ആഖിറത്തിലേക്ക് എത്താൻ. അപ്പോൾ കടലിൽ കൂടി സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുഫുന, ഈ തിരമാലകൾക്ക് മേലെ സഞ്ചരിക്കാനുള്ള കപ്പലുകളായി അവർ എന്തിനെ സ്വീകരിച്ചു? അമലു സാലിഹാത്തിനെ സ്വീകരിച്ചു ബുദ്ധിമാന്മാരായ ആളുകൾ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പാടി വെക്കാൻ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, കപ്പലിന് സഞ്ചരിക്കാൻ എന്ത് വേണം? വെള്ളം വേണം. പക്ഷേ കപ്പലിൻ്റെ അകത്തേക്ക് വെള്ളം കയറിയാലോ കപ്പൽ മുങ്ങും. നമുക്ക് ജീവിക്കാൻ ബാഹ്യമായ അസ്ബാബുകൾ വേണം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് അസ്ബാബിന് വേണ്ടിയിട്ടായാലോ? നമുക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം, ജീവിക്കാൻ ആവശ്യമായ വസ്ത്രം വേണം, ജീവിക്കാൻ ആവശ്യമായ പാർപ്പിടം വേണം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ? അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പോൾ ആ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ആഖിറം എന്നതൊരു സങ്കല്പമല്ല, അത് കേവലം ഒരു മനുഷ്യന്മാരെ പേടിപ്പിക്കാനും അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനും വേണ്ടി പറയുന്ന ഒരു സാങ്കല്പിക ലോകമല്ല, ഒരു മിത്തല്ല, അത് റിയാലിറ്റിയാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് അന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ഈ ചിന്തയിൽ കൂടിയിട്ടാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് വർഗത്തിനെയും മനുഷ്യവർഗത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നബി ഇമാം പറയാണ്, ഫഇദാ കാന ഹാലുഹാ മാ വസഫ്തുഹു, ബുദ്ധിമാന്മാരായ ആളുകളുടെ അവസ്ഥ ഇതാണ്. അവർ ജീവിതം എന്തിനു വേണ്ടി കൊടുത്തു? അള്ളാഹുവിന് വേണ്ടി കൊടുത്തു. വഹാലുനാ വമാ ഖുലിഖ്നാ ലഹു മാ ഖദ്ദംതുഹു, നമ്മളെ അവസ്ഥയാണെങ്കിലോ, അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ, നമ്മളിതൊക്കെ ഇങ്ങനെ ഉള്ളതിൻ്റെ മേൽ അട്ടി കൂട്ടി 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 പൂജ്യത്തിൻ്റെ എണ്ണ ഇങ്ങനെ എന്ത് ചെയ്യണം? കൂട്ടി കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. ഫഹഖുൻ അലൽ മുകല്ലഫി അൻ യദ്ഹബ ബിനഫ്സിഹി മദ്ഹബൽ അഖ്യാർ, അതുകൊണ്ട് ഓരോ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയം സഞ്ചരിക്കൽ നിർബന്ധമാണ് ഈ പുണ്യപ്പെട്ട ആളുകൾ നടന്നുപോയ വഴിയിൽ കൂടി. വയസ്ലുക മസ്ലക ഉലിന്നുഹാ വൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾ പ്രവേശിച്ച മാർഗത്തിൽ പ്രവേശിക്കേണ്ടതുണ്ട്. വയതഅഹബ ലിമാ അശറതു ഇലൈഹിം വയഹ്തമ്മ ലിമാ നബ്ബഹതു അലൈഹി, അപ്പോൾ ആ പറയപ്പെട്ട മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഈ പറയപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഫറഅയ്തു, ഞാൻ മനസ്സിലാക്കുകയാണ്, അൻ അജ്മഅ മുഖ്തസറൻ മിനൽ ഹദീസ് സഹീഹ, സഹീഹായ ഹദീസുകളിൽ നിന്നും ഒരു ചെറിയ സംക്ഷിപ്തമായൊരു ഗ്രന്ഥം ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഈ ബോധം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ്? നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ചിന്തിച്ച ഓരോ ആളുകൾക്ക് എന്തൊക്കെ ചിന്ത ഉണ്ടാകുക, പിടുത്തം വിട്ടുപോകും. അപ്പോൾ ശരിയായ ചിന്ത കിട്ടുന്നതിൻ്റെ സോഴ്സ് എന്താണ്? അത് അൽ അഹാദീസ് നബവിയ, നബി തങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കരമായ ബർക്കത്തുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ എപ്പോഴും പറയും,
ദഅവത്തുമായി ബന്ധപ്പെടുന്ന ആളുകൾ, അല്ലാത്ത ആളുകൾ ആരാലും ശരി, നമ്മൾ മനുഷ്യ മനസ്സുകളിൽ മയപ്പെടുത്താൻ, അവരെ ലോലഹൃദയമാക്കണമെങ്കിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ഒന്ന് തിലാവത്തുൽ ഖുർആനും നബിതങ്ങളുടെ ഹദീസുകളും പറയലാണ്. അള്ളാഹിൻ്റെ കലാമ് ഓതിയിട്ട് അതിനൊന്ന് വിശദീകരിക്കുന്നതും നബിതങ്ങളെ ഹദീസ് പറഞ്ഞിട്ട് നന്മയിലേക്ക് ക്ഷണിക്കുന്നതും കുറേ ഫിലോസഫി പറഞ്ഞ് തത്വചിന്തകൾ പറഞ്ഞിട്ട് ക്ഷണിക്കുന്നതിൽ ആകാശഭൂമിൻ്റെ വ്യത്യാസമുണ്ട്. മറ്റേതെന്താണ്? അത് മുബാറക്കായ നൂറുടയ നാവിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൾക്ക് എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ പല ആളുകളും പരിശോധിച്ച് നോക്കൂ, പല ആളുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ചെറിയ ഹദീസുകളായിരിക്കും. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, ഹദീസൊക്കെ ശേഷം വരും, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഈ വാക്കുകൾ വലിയ മാറ്റം ഉണ്ടാക്കും. അപ്പം നബി ഇമാം പറയാണ്, ഇങ്ങനെ ഒരു മുഖ്തസറായ ഭയങ്കര സുദീർഘമായ ഹദീസുകളല്ല, ചെറിയ ചെറിയ ഹദീസുകളെ ക്രോഡീകരിക്കാൻ ഞാൻ മനസ്സിൽ കണ്ടു. മുസ്തമിലൻ അലാമാ യകൂനു തരീഖൻ ലിസാഹിബിഹി ഇലൽ ആഖിറ, ആഖിറത്തിലേക്ക് എത്താനും സഹായകമാകുന്ന, വമുഹസ്സിലൻ ലിആദാബിഹി ബാത്തിന വല്ലാഹിറ, അവൻ്റെ ഉള്ളും പുറമൊക്കെ നന്നാക്കാൻ സാധിക്കണം. ജാമിഅൻ ലിത്തർഗീബി വത്തർഹീബ്, നന്മയിലേക്ക് പ്രേരിപ്പിക്കണം, തിന്മയിൽ നിന്ന് അവനെ തടുക്കുകയും ചെയ്യണം. വസായിരി അൻവാഇ ആദാബി സാലിക്കീൻ, ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ക്രോഡീകരിക്കണമെന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം ആമുഖമായി പറഞ്ഞു വെക്കുന്നു, അൽതസ്മി ഫിഹി, ഞാൻ ആദ്യം തന്നെ പറയാണ് നിങ്ങളോട്. അദ്ദേഹം ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ പറയുകയാണല്ലോ, ഞാൻ നിർബന്ധം പറയുന്നുണ്ട്, അല്ല അത് കുറ ഇല്ല ഹദീസൻ സ്വഹീഹൻ, ഞാനിതിൽ പറയുന്ന ഹദീസുകളൊക്കെ എന്തായിരിക്കും? പണ്ഡിതന്മാരായ ആളുകൾ, മുഹദ്ദിസീങ്ങൾ സ്വഹീഹ് എന്ന് സർട്ടിഫൈ ചെയ്ത ഹദീസുകളാണ് ഞാൻ എന്ത് ചെയ്യുക. കാരണം ഞാൻ ഈ ഹദീസ് എഴുതിയത് മനുഷ്യന്മാർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ആശയക്കുഴപ്പങ്ങളുള്ള അഭിപ്രായ ഭിന്നതകളുള്ള ഹദീസ് വന്നാൽ വീണ്ടും മനുഷ്യന്മാർ അത് വായിച്ചിട്ട് പിന്നെ അടിയാവും, തമ്മിൽ തല്ലാവും. അത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെയും സ്വീകാര്യയോഗ്യമായ ഇല്ല ഹദീസൻ സ്വഹീഹൻ മിനൽ വാദിഹാത്ത് മുലാഫൻ ഇലൽ കുത്തുബി സഹീഹത്തിൽ മഷ്ഹൂറ, നേരത്തെ പറഞ്ഞതുപോലെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലേക്ക് അതിനെ ചേർത്തി പറയുകയും ചെയ്യും. ഹദീസുകളുടെ ആദ്യം ബാബുകൾ പറയും, ചാപ്റ്റർ നെയിം പറയും, ശേഷം ഖുർആൻ്റെ ആയത്തുകൾ പറയും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ അതിനു മുമ്പ് അദ്ദേഹം പറയാണ്, ഞാനൊരു ഹദീസ് പറഞ്ഞിട്ട് മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ, ഹദീസൊക്കെ വായിക്കാൻ നമുക്ക് കാണാം, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം കാണാം മുത്തഫഖുൻ അലൈഹി. അപ്പോൾ നബി ഇമാം പറയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഫമഅനാഹു മുത്തഫഖുൻ അലൈഹി എന്നൊരു സ്ഥലത്ത് നിങ്ങൾ കണ്ടാൽ അവിടെ മനസ്സിലാക്കേണ്ടത് റവാഹുൽ ബുഖാരിയു വ മുസ്ലിമുൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും രണ്ടുപേരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഈ കിതാബ് കൊണ്ട് നിങ്ങൾക്കൊക്കെ പ്രയോജനമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് ഒരു ആവശ്യം പറയുന്നുണ്ട്. നബി ഇമാം നമ്മളോട് ഒരാവശ്യം പറയുന്നുണ്ട്, നമ്മൾ പൂർത്തീകരിക്കണം. ഇൻഷാ അല്ലാഹ്. വ അന സായിലുൻ അഖാ, ഞാൻ സഹോദരനോട് ആവശ്യപ്പെടുകയാണ്. ഏത് സഹോദരൻ? ഇൻതഫഅ ബിശൈഇൻ മിൻഹു, ഈ കിതാബ് വായിച്ചിട്ട് എന്തെങ്കിലും അവനിക്ക് ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു 2 റക്അത്ത് അധികം സുന്നത്ത് നിസ്കരിക്കാൻ തോന്നിയെങ്കിൽ, നാവിനെ ശ്രദ്ധിക്കാൻ അവനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നറിയോ? അയ്യദുഉ ലീ വലി വാലിദയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു നമുക്ക് വിനയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരായി പറയുന്നത്? നബി മുഹമ്മദ് റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വലി വാലിദയ്യ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ ദുആ ചെയ്യണം. കാരണം ഞാൻ ഈ ഖിദ്മത്തുകളൊക്കെ ചെയ്യാൻ എനിക്ക് സൗകര്യം ലഭിച്ചതും മറ്റുമൊക്കെ എൻ്റെ മാതാപിതാക്കൾ കാരണമാണ്. വ മശായിഖി, എൻ്റെ ഉസ്താദുമാർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ പഴയ ആലിമീങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ദുആക്കളിൽ അവരെ ഉസ്താദുമാരെ പറയാതെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരു ദുആ ഉണ്ടാവില്ല. നമ്മൾക്ക് എന്തിനാണ് എല്ലാത്തിനും വയ്യ മശായിഖിന വാസാത്തിദത്തിന എന്നൊക്കെ പറയാറില്ലേ, കേൾക്കാറില്ല അറബിയിൽ പറയുമ്പോൾ? എന്താണ് കാരണം? അതൊരു കടപ്പാടാണ്. അപ്പോൾ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഈ റിയാദ് സാലിഹീൻ പഠിക്കുന്നത് ബഹുമാനപ്പെട്ട നഈം ഉസ്താദ് അൽ ഖാസിമി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘാസാഫ്യത്തൊക്കെ കൊടുക്കട്ടെ. നമ്മളൊരു ഖത്മിൻ മജീസിന് ഉസ്താദ് എന്നോട് സംസാരിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റത്തെ വർഷം ആ ഉസ്താദിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്, 2013. അപ്പോൾ എനിക്കിതിന്ന് നിങ്ങളുടെ മുമ്പിൽ അർത്ഥം വെക്കാനും അത് വായിക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ച് ഉസ്താദ് പഠിപ്പിച്ച് തന്നതിൻ്റെ ബാക്കി പത്രമാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി ഇമാം പറയാണ്, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണം, എൻ്റെ ഉസ്താദുമാർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. വസായിരി അഹ്ബാബിന, എൻ്റെ മറ്റു സുഹൃത്തുക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. അദ്ദേഹം പറയാണ്, ഞാനതെല്ലാം അള്ളാഹുലേക്ക് ഏൽപ്പിക്കുന്നു. വ ഇലൈഹി തഫ്വീലി
വസ്തിനാദി വഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹം ആമുഖം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന ദറജകൾ കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹം ആഗ്രഹിച്ചതിനും അപ്പുറത്തേക്ക് അള്ളാഹു സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിന് വലിയ മസ്കൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെയും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ മശായിഖ്മാരൊക്കെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി ഇമാം ഇത് എഴുതുന്നത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ 650-ൻ്റെയും 700-ൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ 630-ൻ്റെയും 700-ൻ്റെ ഇടയിലാണ് എഴുതുന്നത്. നബി ഇമാം ഇഖ്ലാസോടുകൂടി ഈ ഗ്രന്ഥം എഴുതി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ? ഈ കിതാബിന് അല്ലാഹു സ്വീകരിച്ചോ? ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് നമ്മളൊരു പുസ്തകം ഇറക്കുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ഇത് ആൾക്കാർക്കിടയിൽ എല്ലാവരും വായിക്കാനും എല്ലാവരും അതിനെ സ്വീകരിക്കാനൊക്കെ ചെയ്യണമെങ്കിൽ എന്തെല്ലാം പണിയുണ്ട്? ഒന്ന്, വായിച്ച ആൾക്കാരുടെ അനുഭവക്കുറിപ്പ്, റിവ്യൂ, അല്ലേ, പ്രൊമോഷൻ. അതിനുവേണ്ടി ആയിരക്കണക്കിന് രൂപ വേറെ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. ഇങ്ങനെ പല പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഒരു ഗ്രന്ഥം എന്ത് ചെയ്യുന്നത്, അല്ലെ, ബെസ്റ്റ് സെല്ലറൊക്കെ മാറുന്നത്, മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കി, ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഏതോ ഒരു ചെറിയ മുറിക്കകത്ത് വെച്ചിട്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു എഴുതിയ ആ ഗ്രന്ഥം ഹിജ്റ 600 കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി, ഇത് എത്ര വർഷമായിപ്പം. അതിനുശേഷം ഏതെല്ലാം സ്ഥാപനങ്ങൾ, അറബിക് കോളേജുകൾ, ദർസുകൾ, ഇന്ന് നിങ്ങൾ ആലിം എന്ന് പറയുന്ന ഒരാളുണ്ടോ? അദ്ദേഹത്തിന് റിയാദ് സ്വാലിഹിൻ ഓതാതെ ഒരാളും ആലിമാകുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കബൂലിയത്തൊന്നും നിങ്ങൾ നോക്കണേ. സാധാരണ ചില ഗ്രന്ഥങ്ങൾ ചില പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങളിൽ മാത്രം പഠിപ്പിക്കപ്പെടും, ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടല്ലോ അതുകൊണ്ട്. എന്നാൽ റിയാദ് സ്വാലിഹീൻ എല്ലാ സ്ഥാപനത്തിനും പഠിപ്പിക്കുന്നുണ്ട്. റിയാദ് സ്വാലിഹിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അതിൽ ഈ പറയപ്പെട്ട മദ്ഹബിൻ്റെ ആളുകളും ശറഹുകൾ എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സലഫികളായ ആളുകളും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, എല്ലാ ആളുകളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇഖ്ലാസിൻ്റെ ദുആഇൻ്റെ കബൂലിയത്താണ് നമുക്ക് ഈ പറയപ്പെട്ട ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അല്ലാഹു ആ ഒരു ഇഖ്ലാസിൻ്റെ അംശവും ബർക്കത്തൊക്കെ നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങി വെക്കാം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൽ ഇഖ്ലാസി വ ഇഹ്ളാരിൻ നിയ്യ ഫി ജമീഇൽ അഅമാലി വൽ അഖ്വാലി വൽ അഹ്വാലിൽ ബാരിസ വൽ ഖഫിയ. ഒന്നാമത്തെ അധ്യായം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന, മഹാനവർ കൊണ്ടുവന്നിരിക്കുന്നത് ബാബുൽ ഇഖ്ലാസ്, നീയത്ത് നന്നാക്കുക, നിഷ്കളങ്കമാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി തീർക്കുക എല്ലാ അമലുകളും എന്ന് പറയണം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെയാണ് ഇതിലുണ്ടാവുക എന്നതിൻ്റെ അർത്ഥം. അതുപോലെ വ ഇഹ്ളാരിൻ നിയ്യത്തി, നീയത്തിനെ ഹാജരാക്കണം. ഫി ജമീഇൽ അഅമാൽ, എല്ലാ അമലുകൾ ചെയ്യുമ്പോഴും മനസ്സിൽ എന്ത് ചെയ്യണം? ഞാനിത് അള്ളാഹ് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ വായിക്കുന്നത്, ഞാൻ പഠിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഞാൻ അള്ളാഹ് കൊണ്ടിട്ടാണോ ചെയ്യുന്നത്? സദഖ എടുക്കുന്നത് അള്ളാഹ് കൊണ്ടിട്ടാണോ? വൽ അഖ്വാൽ, വർത്തമാനങ്ങൾ പറയുമ്പോഴും നമ്മൾ നിയ്യത്തുകളെ സൂക്ഷിക്കണം. ഞാൻ ബില്ലാലാകാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്നത്? എൻ്റെ സംസാരം കൊണ്ട് മറ്റുള്ളവൻ എന്നിലേക്ക് ആകൃഷ്ടനാകാനാണോ ഞാനീ പറയുന്നത്? അല്ല, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആകൃഷ്ടനാകാൻ വേണ്ടിയിട്ടാണോ ഞാനീ പറയുന്നത്? അതാണ് ഇഹ്ളാറുൻ നിയ്യ. വൽ അഹ്വാലിൽ ബാരിസ വൽ ഖഫിയ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അവസ്ഥകളിലും നീയത്തിനെ നന്നാക്കണം എന്ന് പറയുന്ന ഭാഗമാണ്, ചാപ്റ്ററാണ് ആദ്യത്തെ ചാപ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ബഹുമാനപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് കൊണ്ടുവരിക, ശേഷം അതിൻ്റെ ഹദീസുകളുണ്ടാവും. ഖാല അല്ലാഹു തആല വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനെ നിഷ്കളങ്കമായി ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇഖ്ലാസ്, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടാൻ പറ്റുന്ന സാധനമാണ്. നീയത്ത് കാണാൻ പറ്റുമോ? പുറത്തുനിന്ന് അളക്കാൻ പറ്റുമോ? നമുക്കിന്ന് ഓരോ കാര്യവും അളക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നീയത്ത് എങ്ങനെ അളക്കും? നീയത്ത് ആര് മാത്രമേ അറിയൂ? അള്ളാഹു മാത്രമേ അറിയൂ. അള്ളാഹ് പറയുന്നത് മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളെ നിഷ്കളങ്കമാക്കണം. ഹുനഫാ, ഋജുമാനസനായ നിലയിൽ. വയുഖീമുസ്സലാത്ത വയുത്തുസ്സക്ക വദാലിക ദീനുൽ ഖയ്യിം, നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, അത്യാദി കാര്യങ്ങളും. വഖാല അല്ലാഹു തആല
ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നമ്മൾ അഖീഖ അറുക്കുമ്പോൾ, ഉളുഹിയത്ത് അറുക്കുമ്പോൾ അതിൻ്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാഹ്ക്ക് ആവശ്യമില്ല. അതൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ എത്തുന്നുണ്ടോ? ഇല്ല. അതിലെ നാട്ടുകാരുടെ പള്ളിയിലേക്ക് എത്തുന്നത് ആണോ അല്ലേ? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിലുള്ള സൂക്ഷ്മതയും നീയത്തുമാണ് അള്ളാഹുലേക്ക് എത്തുന്നത്. നമ്മളിത് അറക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അറക്കുന്നത്? ഞാൻ വലിയ പിന്നെ എല്ലാ കൊല്ലും ഞാൻ ഉളിഹ്യത്ത് അറക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ പേരുണ്ടാവും. ചിലളെ പറ്റി അങ്ങനെ പറയും, മൂപ്പര് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതുവരെ ഉളിഹ്യത്ത് മുടക്കിയിട്ടില്ല. അല്ലേ? അങ്ങനെ ഒരു പേര് ഖ്യാതി എനിക്ക് എന്ത് ചെയ്യണം? ഉളിഹ്യത്ത് ആചിക്കുക എന്ന പേര് എനിക്ക് കിട്ടണം. പോത്തിൻ്റെയും കുട്ടൻ്റെയും പൈസ നഷ്ടപ്പെട്ടു എന്നല്ലാതെ അല്ല, നാട്ടുകാർ വയറ് ഫുള്ളാവും, പക്ഷെ അള്ളാഹിൻ്റെ അടുക്കലേക്ക് തവാബ് കിട്ടില്ല. അള്ളാഹു നോക്കുന്നത് എന്താ നിങ്ങളുടെ നീയത്ത്. ഇത്രയും വില പിടിപ്പുള്ളൊരു സാധനത്തിന് അറുത്തിട്ട് അല്ലേ, ഇതിനെ അറുത്തിട്ട് ഫുള്ള് മാംസം നമ്മൾ മറച്ച് വിറ്റിട്ട് ആ പൈസ നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിലൊരു രസമുണ്ട്. ഇതെന്താ ചെയ്യുന്നത്? അറുത്തിട്ട് വേറാക്കല്ലേ കൊടുക്കുന്നത്. നിങ്ങൾ അക്കീക്കാലം നോക്കി, കുട്ടി ഉണ്ടായി, അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു സാലിഹ്യങ്ങളെ സന്താനത്തിന് അള്ളാഹു നൽകട്ടെ. കുട്ടി ഉണ്ടാകുമ്പോൾ അക്കീക്ക് ഇറക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, മോക്കതായ സുന്നത്താണ്, വളരെ ശ്രേഷ്ഠമായ അമല. എന്തിനാ കുട്ടി ജനിച്ചാൽ അക്കീക്ക് ഇറക്കുന്നത്? കുട്ടി ജനിച്ചത് ആരെ സന്തോഷമാണ്? ആർക്കുള്ള സന്തോഷമാണ്? മാതാപിതാക്കൾക്ക്. ഈ മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടായി അതിന് നാട്ടുകാരെന്തിനാണ് തെറ്റിക്കുന്നത്? നാട്ടുകാർക്ക് എന്തിനാണ് ഇറച്ചി കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പ്രസവവും പ്രസവാനന്തരവും ചെലവുകളും ആർക്കുള്ളത്? ആർക്കാ? മാതാപിതാക്കൾക്ക്. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത്? നാട്ടുകാരൊക്കെ കൂടിയിട്ട് നമ്മളെ നാട്ടിൽ നാളെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുറേ ചിലവുണ്ടായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരാൾ ഒരു 1000 വെച്ച് കൂട്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യുക? എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെയല്ലേ അല്ലേ വേണ്ടത്? ശരീഅത്ത് എന്താ പറയുന്നത്? ഇത്രയും ചിലവുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഒരു പണിയും കൂടി ബാക്കിയുണ്ട്, ഇതും കൂടി അർത്ഥട. എന്നിട്ടോ ആ മാംസം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾക്ക് ദാനം ചെയ്യണം. ഒന്ന് കിട്ടിയ നിഅമത്തിന് ശുക്ർ വെളിപ്പെടുത്തണം. അപ്പോൾ ഇവിടെ നീയത്താണ് വിഷയം. ഞാനിത് അറക്കുമ്പോൾ അള്ളാഹു ഇതാ നിൻ്റെ തൃപ്തി കൊണ്ട് നീ എനിക്ക് അനുഗ്രഹം തന്നു, കുഞ്ഞാകുന്ന അനുഗ്രഹം അത്ഭുതം നീ എനിക്ക് നൽകി അള്ളാഹു, അതിനു വേണ്ടി നിനക്ക് വേണ്ടി ഞാനിത് അറക്കുന്നു. എന്നിട്ട് നിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് ദാനമായി നൽകുകയും ചെയ്യുന്നു. അതാണ് അള്ളാഹു പറഞ്ഞത്, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ സൂക്ഷ്മതയാണ് അള്ളാഹുലേക്ക് എത്തുന്നത്, നീയത്ത് എത്തുന്നത് എന്ന് പറയുണ്ടായി. ഇനി നമ്മൾ പുറത്ത് ചെയ്യുന്നു, ഉള്ളിൽ വേറെ നിങ്ങളൊക്കെ നീയത്താണ്. അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്. ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ നിങ്ങൾ മറച്ചു വച്ചാലും, നിങ്ങൾ പുറത്ത് പറയുന്നില്ല. അല്ലെ, മുനാഫിക്കുകളൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? നബിതങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും, എല്ലാ പരിപാടിക്കും ഉണ്ടാവും, നിസ്കാരത്തിന് ഫസ്റ്റ് സഫ്യ പേരുണ്ടാവും ഈ കൗമ്. പക്ഷെ ഉള്ളിലോ എന്താണ്, എവിടെയാണ് പിന്നെ ഒരിടം കിട്ടുക കുത്തി നോവിക്കാൻ, വിഷമിപ്പിക്കാൻ, തകർക്കാൻ? ഔ തുബ്ദൂഹു, നിങ്ങൾ അതിനെ വെളിപ്പെടുത്തിയാലും ശരി, നീയത്തുകൾ അള്ളാഹു അറിയുന്നുണ്ട്. യഅലമുഹുല്ലാഹ്, അള്ളാഹു ഇതറിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഉലമാക്കൾ നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മൾ ഓരോ അമല് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ആത്മവിചിന്തനം നടത്തുക. ഞാൻ നിസ്കരിക്കാൻ പോകണം, ഞാൻ ഇപ്പം എന്തിനാ സുന്നത്ത് നിസ്കരിക്കുന്നത്? ആരെ കാണിക്കാൻ? എല്ലാവരും ഉണ്ട് പള്ളിയിൽ. ഇപ്പം ഞാനെങ്ങാനും തഹയ്യത്ത് നിസ്കരിക്കാണ്ട് ഇരുന്നാൽ നാട്ടുകാർ പറയും എന്നെ പറ്റിയിട്ടൊരു മോശം. നമ്മൾ നമ്മോട് ചോദിക്കുക, ഇല്ല, ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. ഞാൻ ഖുർആൻ ഓതാൻ പോകുന്നു, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുന്നു. ഒരാൾ എന്നോട് ചോദിച്ചു, 4 ആളെ മുമ്പിൽ നിന്ന് എന്നോട് ചോദിക്കുന്നത് സംഭാവനക്ക്, പിരിവിന്, അല്ലെങ്കിൽ സ്വതക്കൊക്കെ ചോദിക്കുന്നു. ഞാനിതിപ്പോൾ കൊടുക്കാതിരുന്നാൽ എന്താ ഒരെന്നെ പറ്റി വിചാരിക്കുക? അപ്പോൾ ഈ ഒരു അമല് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുഹാസബ ചെയ്യും. ഞാനിത് എന്തിനാണ് ചെയ്യുന്നത്? ഇല്ല, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അമല് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ചോദിക്കുക, ഇത് ആർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണോ? അള്ളാഹ് കൊണ്ടിട്ട് തന്നെയാണ്. എവിടെയെങ്കിലും ഖലൽ വന്നാൽ മനുഷ്യന്മാർ കാണുന്നുണ്ട്, ഇതിനെപ്പറ്റി നല്ലത് പറയും, ഈ വസ്വസ വന്നാൽ ഇസ്തിഗ്ഫാർ ചെയ്യുക, വീണ്ടും അമലിൽ തുടരുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ മനുഷ്യരുടെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് അമലുകൾ ചെയ്യാൻ തുടങ്ങിയാൽ മനുഷ്യരെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. ശ്രദ്ധിക്കോ, ഈ ഭൂമിയിൽ, അള്ളാഹിൻ്റെ ഭൂമിയിൽ ഒരു മനുഷ്യനെയും
ഒരു മനുഷ്യനെയും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കൂല, തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മനുഷ്യന്മാരെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറേ സർക്കസ് കാണിച്ചു. ഒരു പോയിന്റ് എത്തുമ്പോൾ മനുഷ്യന്മാർ നമ്മളെ കൈവിടും. അപ്പോൾ നമ്മൾ എന്തായി പോവും? നിരാശനാകും, ആശ അറ്റവനാകും. നേരെ മറിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആർക്കാ ചെയ്യുന്നത്? എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാ. നീ കൈയടിച്ചാലും പ്രോത്സാഹിപ്പിച്ചാലും നീ എന്നെ അവഗണിച്ചാലും നീ എന്നെ തള്ളിയാലും നിന്നെ സ്വീകരിച്ചാൽ എനിക്കതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ചെയ്യുന്നത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. ആ റബ്ബ് എല്ലാം അറിയുന്നുണ്ട്. ആ റബ്ബിന് അതിൻ്റെ എല്ലാ മൂല്യങ്ങളും അറിയുകയും ചെയ്യാം. ഇതാണ് നീയത്തിൻ്റെ കാമ്പ്. അള്ളാഹു പറഞ്ഞു യഅലമുഹുല്ലാ, നിങ്ങൾ എന്ത് കരുതിയാലും അള്ളാഹു അത് അറിയുക തന്നെ ചെയ്യും. അത് അദ്ദേഹം പറഞ്ഞു നിർത്തി. ഇനി ഹദീസിലേക്ക് കടക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.